ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ സീരിയലിൻ്റെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനഘ റിക്കവർ ആവുകയാണ്. അനഘ റിക്കവർ ആവുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് നവ്യ തന്നെയാണ് കേട്ടോ. എല്ലാ അസുഖങ്ങളും ഭേദമായതിനു ശേഷം അനഘയെ കാണാനായിട്ട് നവ്യ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും അനഘയും നവ്യയും അഭിയെ തളയ്ക്കാനുള്ള പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെയും ഒടുവിൽ അപ്രതീക്ഷിതമായി അനന്തപുരിയിലെത്തിയ അനഘയെ കണ്ട് അഭി ഞെട്ടുന്നതും വൈകാതെ രണ്ടുപേരും കൊടുത്ത പരാതിയിൽ അഭിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് നന്ദു അനന്തപുരിയിൽ എത്തുന്നതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അഭിയെ നന്ദു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും ചെയ്തു കൂട്ടിയ സകല അപരാധങ്ങൾക്കും ചതികൾക്കും അഭി ജീവിതകാലം മുഴുവൻ ജയിലിലാകുന്നതുമായ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നന്ദുവിൻ്റെയും നവീൻ്റെയും കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ആദർശ നയനും നന്ദാവനത്തിൽ പോയി തിരികെ എത്തുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട് അവരോട്. നവ്യ ഫോണിൽ ആരോട് സംസാരിക്കുന്നത് കേട്ടു. ഹോസ്പിറ്റൽ സരോവരത്തിലെ ഏതോ ഒരു പേഷ്യന്റിനെ കുറിച്ചാണ് നവ്യ സംസാരിച്ചത്. മറുഭാഗത്ത് ആരാ സംസാരിച്ചെന്നുള്ളത് എനിക്കറിയില്ല. അനഘയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽ സരോവരത്തിൽ തന്നെയല്ലേ? അതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിയത്. ആ പേഷ്യന്റിന്റെ ഫുൾ ഡീറ്റെയിൽസും, അതായത് ഇപ്പൊ കണ്ടീഷൻ എങ്ങനെയുണ്ട്, പുരോഗതിയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് ഉടനെ തന്നെ വിളിച്ചു പറയണമെന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. എനിക്കെന്തോ അത്ര പന്തിയായിട്ട് തോന്നിയില്ല. അനഘയുടെ കാര്യമായോണ്ടാ എനിക്കിത്ര ടെൻഷൻ വന്ന് ദേവയാനി പറയുന്നതും കേട്ട് അനഘയെ കാണാനായിട്ട് നയനും ആദർശം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നാൽ ഹോസ്പിറ്റൽ സരോവരത്തിലെ ഡോക്ടേഴ്സ് അനഘയിൽ ചില പുതിയ മെഡിസിൻ പരീക്ഷണങ്ങളൊക്കെ നടത്തിയതിന്റെ ഫലമായി അനഘ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കട്ടിലിൽ തനിയെ എഴുന്നേറ്റിരിക്കും, പതിയെ പിടിച്ചു നടക്കും. അങ്ങനെയുള്ള പുരോഗതികളൊക്കെ ഇപ്പൊ അനഘയ്ക്കുണ്ട്. ഇനി അധികം വൈകാതെ സംസാരിക്കാനും കഴിയുമെന്ന് ഡോക്ടർ ആദർശിന്റെ അടുത്ത് പറയുകയാണ്. ചന്തുമോൾ അടുത്തുള്ളത് കൊണ്ട് തന്നെ അതൊരു ആശ്വാസവും കൂടിയാണ് കേട്ടോ അനഘയ്ക്ക്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ കുട്ടി പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നും പറയുന്നുണ്ട് ഡോക്ടേഴ്സ്. അങ്ങനെ ആ വിവരങ്ങളൊക്കെ ഡോക്ടേഴ്സ് ആദർശനോടും നയനോടും പറയുമ്പോഴേക്കും അവർക്കത് സന്തോഷമാവുന്നുണ്ട്. ആ സമയത്താണ് ആദർശ് അനഘയെ കാണാൻ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതും. പരിചയമില്ലാത്ത ഒരു കുട്ടി അനഘയെ കാണാൻ ശ്രമിക്കുന്നതായി ഡോക്ടർ പറയുന്നുണ്ട്. അനഘയ്ക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്നും സംസാരിക്കാൻ കഴിയുമോ എന്നൊക്കെ ആ കുട്ടി നേഴ്സുമാരോട് ചോദിച്ചിട്ടുണ്ട്. സംശയം തോന്നിയത് കൊണ്ട് CCTV ഫുട്ടേജിൽ നിന്നും ഞങ്ങൾ ആ കുട്ടിയുടെ വിഷ്വൽസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ അത് സാറിന് തരാമെന്നും പറയുകയാണ് ഡോക്ടർമാര്. ആ പെൺകുട്ടി ആരാന്നറിയാനും ആ പെൺകുട്ടിയുടെ പിന്നിൽ ആരാണുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെ CCTV ഫുട്ടേജിൽ നിന്നും, അതായത് ഡോക്ടർമാരുടെ കയ്യിൽ നിന്നും ആ വിഷ്വൽസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് ആദർശ് നയനയും നേരെ ചെല്ലുന്നത് സേവ്യറിന്റെ അടുത്തേക്കാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ ആദർശ് നയനയും സംസാരിക്കുമ്പോൾ അവർ നവ്യയെ തന്നെ സംശയിക്കുകയാണ്. അനഘയെ അപായപ്പെടുത്താൻ വേണ്ടി തന്നെയാണോ ഇനി നവ്യച്ച് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നത്? അനഘയെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തുന്ന ആ പെൺകുട്ടി ആരായിരിക്കും? ഇനി അബിയുടെ കൈകൾ ഇതിന്റെ പിന്നിൽ ഉണ്ടാകുമോ? അവന് അനഘയുടെ വിവരങ്ങൾ അറിയാനായിട്ടായിരിക്കുമോ ഒരു പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക? അല്ലെങ്കിൽ അബിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ദുഷ്പ്രവൃത്തി ചെയ്യാനോ അവളെ ഉപദ്രവിക്കാനോ ഒക്കെ നവ്യ ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണോ എന്നും ആദർശന് സംശയമുണ്ട്. അപ്പൊ നയനയും പറയുന്നുണ്ട്, ചേച്ചിയുടെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അനഘയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ട് അനഘയെ ഇല്ലായ്മ ചെയ്യാൻ അബി ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നതാണോന്നും അറിയാൻ പാടില്ല. അതുപോലെയാ ചേച്ചിയുടെ കാര്യങ്ങൾ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപകടകാരികളാ ഇപ്പൊ അബിയും ചേച്ചിയൊക്കെ. ആദർശ് പറയുന്നുണ്ട്, നവ്യ ഒന്നും കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അബിയെ കണ്ണടിച്ച് വിശ്വസിച്ചിരിക്കുകയല്ലേ അവളിപ്പോ. അതുകൊണ്ട് അവൻ പറയുന്നൊക്കെ അവൾ കേൾക്കുള്ളൂ. നമ്മളെന്ത് പറഞ്ഞാലും അതൊന്നും അവൾ വിശ്വസിക്കുകയല്ല. ഹോസ്പിറ്റൽ ആയതുകൊണ്ടും എപ്പോഴും അനഘയുടെ അടുത്ത് ആളുകൾ ഉള്ളത് കൊണ്ടും വലിയ കുഴപ്പമില്ല. ആർക്കും അങ്ങനെ അകത്ത് കയറി അനഘയെ ആക്രമിക്കാനൊന്നും കഴിയില്ല. അകത്ത് ഫുള്ള് CCTV ക്യാമറകളൊക്കെ ഉണ്ടല്ലോ. ആരകത്ത് കയറിയാലും അവർക്ക് പുറകെ പണി കിട്ടും എന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. പിന്നെ അധികം വൈകാതെ തന്നെ അനഘ സംസാരിച്ചു തുടങ്ങുമല്ലോ. അപ്പോൾ അവർക്ക് ഹോസ്പിറ്റൽ ജീവിതത്തിൽ നിന്ന് മുക്തയാകാം എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അബിയെക്കുറിച്ചും ചന്തുമോളെക്കുറിച്ചും നിന്റെ അമ്മ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞ ഒന്നും തന്നെ നവ്യ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. അത് അവനൊരു നേട്ടമായിട്ട് അവൻ കരുതിയേക്കുന്നത്. ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവ് അനഘയാണ്. അനഘ സംസാരിക്കാൻ തുടങ്ങിയ അനഘ തന്നെ അബി ഒരു ചതിയനാണെന്നും ദുഷ്ടനാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞോളും. അതോടെ നവ്യയുടെ അഹങ്കാരവും തീർന്നോളും എന്ന് പറയുന്നുണ്ട് ആദർശ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ പറഞ്ഞത് ശരിയാ, അനഘ വേഗം സംസാരിക്കണം എന്ന് തന്നെയാ എന്റെയും പ്രാർത്ഥന. അല്പം പോലും മനസ്സിൽ നന്മയില്ലാത്ത നീചനും ദുഷ്ടനും ചതിയനും ഒക്കെയാണ് അബിയും അവന്റെ അമ്മയും ഒക്കെ എന്നുള്ള കാര്യം ചേച്ചി എത്രയും പെട്ടെന്ന് തിരിച്ചറിയണം. ഇനിയും ഇതുപോലൊരു ചതിയന്റെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാത്ത തന്നെയാണ് നല്ലത്. അത് തന്നെയാ ചേച്ചിക്കും കുഞ്ഞിനും സേഫ് എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ നയന. എന്നാലും അനഘയുടെ അടുക്കൽ വന്ന ആ പെൺകുട്ടി ആരായിരിക്കും? അവളുടെ വരവിന്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരിക്കും? എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കണ്ടുപിടിക്കണമെന്ന് നയന പറയുന്നുണ്ട്. അങ്ങനെ അവർ നേരെ സേവിയറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ വിഷ്വൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് സേവിയറിനെ. ഈ പെൺകുട്ടി ആരാണെന്നുള്ളത് എത്രയും വേഗം കണ്ടുപിടിക്കണമെന്നും അന്നത്തെ അജ്ഞാത നമ്പറും ഈ കുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് സേവിയറിനോട്. അങ്ങനെ ആ പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അവർ തിരിച്ച് അനന്തപുരിയിൽ എത്തുന്നുണ്ട്. നയനയും ആദർശം നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ദേവയാനിയോടും മുത്തശ്ശിയോടും അവർ അനഘയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനഘ ഇപ്പോൾ പതിയെ നടക്കുന്നുണ്ടെന്നും അധികം വൈകാതെ സംസാരിക്കുമെന്നും
പഴയ ജീവിതത്തിലേക്ക് അവൾക്ക് തിരികെ എത്താനാകും എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഇന്ന് അനഘയെ കാണാൻ പോയത് നന്നായി. ഇന്ന് ഞങ്ങൾ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഡോക്ടർ തന്നെ ഞങ്ങളെ വിളിക്കാനിരിക്കുകയായിരുന്നു ഈ സന്തോഷ വാർത്ത പറയാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ് രണ്ടാളും. ദേവയാനിക്കും മുത്തശ്ശിക്കും ഇത് കേട്ടിട്ട് സമാധാനവും സന്തോഷവും ആവുന്നുണ്ട്. ആ കുട്ടി പെട്ടെന്ന് തന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചെത്തട്ടെ എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോഴേക്കും ദേവേനെ ചോദിക്കുന്നത് ചന്തുമോളുടെ കാര്യമാണ് കേട്ടോ. ചന്തുമോൾ എന്തെടുക്കുന്നു, മോക്ക് സുഖമാണോ, കുറച്ചായില്ലേ മോളെ കണ്ടിട്ട്, എനിക്ക് മോളെ കാണാൻ കൊതിയാകുന്നു എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ദേവയാനി. ചന്തുമോൾ സുഖമായിട്ടിരിക്കുന്നു അമ്മേ, അമ്മ റിക്കവറായി വരുന്നതിൽ മോക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരെയും മോള് ചോദിച്ചായിരുന്നു, മോൾ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്നും പറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് നയന. ആദർശ് പറയുന്നുണ്ട്, അവിടെ ചെന്നപ്പോൾ മറ്റൊരു കാര്യം കൂടി അറിയാൻ കഴിഞ്ഞു അമ്മേ, നമ്മൾ സംശയിച്ചത് ശരിയായിരുന്നു. അനഘ സരോവരം ഹോസ്പിറ്റലിലാണെന്നുള്ള വിവരമൊക്കെ നവ്യ അറിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു അപരിചിതയായ പെൺകുട്ടി അനഘയെ കാണാൻ പലതവണ ശ്രമിക്കുന്നുള്ളതായിട്ടും ഡോക്ടർ പറഞ്ഞു. ആ പെൺകുട്ടിയുടെ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. അനഘയ്ക്ക് ജീവന ഭീഷണി ഉള്ളതുകൊണ്ട് ഒരു വിസിറ്റേഴ്സിനെ അലോഡ് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞതാണ്. എന്നാലും ഈ കുട്ടി ഇടിച്ചു കയറി ചെല്ലാനാണ് നോക്കിയത്. കൂടാതെ അനഘയുടെ പുരോഗതിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നവ്യ പറഞ്ഞിട്ടാണോ അതോ ഇനി അബിയുടെ കൈയാണോ ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ഞങ്ങൾ വരുന്ന വഴി സേവ്യറിനെ പോയി കണ്ടിരുന്നു. ആ പെൺകുട്ടിയുടെ വിഷ്വൽസ് സേവ്യറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് എനിക്ക് സന്ദേശങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് ഈ നമ്പറും ഈ പെൺകുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ആദർശ് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എങ്കിൽ നമ്മളിനി സൂക്ഷിക്കണം മോനെ, അനഘയ്ക്ക് പുരോഗതി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വീണ്ടും അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരിക്കും അബി. ചന്തുമോൾ അവന്റെ കുഞ്ഞാണെന്നുള്ളതിന് ജീവനുള്ള തെളിവ് അനഘയാണല്ലോ. ഇതിനു മുമ്പും പലതവണ അനഘയെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളവനാണ് അബി. മോള് പറഞ്ഞതുപോലെ ഇനി അബിക്ക് വേണ്ടിയിട്ടാവോ അനഘയുടെ വിവരങ്ങളൊക്കെ നവ്യ അന്വേഷിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട് ദേവയാനി. നയന എന്നിട്ട് പറയുന്നുണ്ട്, നവ്യേച്ചിന് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമോ? അന്ന് അമ്മ ഉൾപ്പെടെ നമ്മളെല്ലാവരും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും തന്നെ നവ്യേച്ച് വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് ജ്വല്ലറിയെക്കുറിച്ചും നാഗേന്ദ്രയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നവ്യേച്ച് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അനഘയുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നതാണോ എന്നും ഒരു സംശയം ഉണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ നയന. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല. സത്യങ്ങൾ അറിഞ്ഞാൽ നവ്യ ഉറപ്പായിട്ടും പ്രതികരിച്ചിരിക്കും. നവ്യയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. അബി അവളെ ചതിക്കുകയാണെന്നറിഞ്ഞാൽ അബിയെ കൊന്നിട്ട് ജയിലിൽ പോകാനും അവള് മടിക്കില്ല. അങ്ങനത്തെ സ്വഭാവം അവളുടേത്. ഇതിന്റെ പേര് തറവാട്ടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴക്കുണ്ടാക്കി അവൾ കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയേനെ. ഇതുവരെ നമ്മൾ പറഞ്ഞ ഒന്നും അവൾ മുഖവിലയ്ക്ക് എടുക്കാത്തത് കൊണ്ടാ അവളിപ്പോഴും അബിയെ വിശ്വസിച്ച് അബി പറയുന്നൊക്കെ കേട്ട് ഇവിടെ ഇങ്ങനെ കടിച്ചു പൊങ്ങി നിൽക്കുന്നത്. എന്തായാലും സേവിയർ വിളിക്കട്ടെ, അപ്പോൾ നമുക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അവര്. അതേസമയത്ത് തന്നെ നവ്യയുടെ സുഹൃത്ത് നവ്യയെ വിളിച്ചിട്ട് അനഘയ്ക്ക് പുരോഗതി ഉണ്ടെന്നും അനഘ പതിയെ പിടിച്ച് നടക്കുന്നുണ്ടെന്നും ഒക്കെ പറയുകയാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടിട്ട് അധികം വൈകാതെ തന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും സാധ്യതയുണ്ടെന്ന് പറയുകയാണ് നവ്യയുടെ സുഹൃത്ത്. അത് കേൾക്കുമ്പോൾ നവ്യയ്ക്കും ഒരു ആശ്വാസമാവുകയാണ് കേട്ടോ. അവൾ എത്രയും വേഗം എണ്ണീറ്റ് നടക്കണം, സംസാരിക്കണം. അവളുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ എനിക്ക് അറിയണം. അബി ചതിച്ചതാ അനഘയും എന്നെയും. അബി കാരണമാണ് അനഘയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്. അവളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ അബിയെ വലിച്ചു കയറാൻ പോകുന്നത്. ചന്തുമോൾ അബിയുടെ ചോരയാണല്ലോ, അബിയുടെ സ്വന്തം മോള്. ആ പെൺകുട്ടിയോടും എന്നോടും അവൻ ചെയ്ത ചതിക്കും ക്രൂരതയ്ക്കും ഞാൻ അവനെ വെറുതെ വിടില്ല എന്ന് തന്നെ പറയുന്നുണ്ട് നവ്യ. ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെ കരുവാക്കിക്കൊണ്ട് അവൻ എല്ലാവരുടെ മുമ്പിൽ എന്തൊരു അഭിനയമായിരുന്നു. ഉള്ളി നിറയെ വിഷം കൊണ്ട് നടന്നിട്ട് പുറമെ അവൻ എന്നെ കബളിപ്പിക്കുകയായിരുന്നു. എന്നെ ഒരു വിഡ്ഢിയാക്കിയായിരുന്നു അവൻ. അവൻ പറയുന്നതൊക്കെ വിശ്വസിച്ച് അവനെ സ്നേഹിച്ചിരുന്ന ഞാനൊരു വിഡ്ഢി തന്നെയാണല്ലോ. അവൻ അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പാടില്ല. ഇതിനു മുമ്പും അവൻ ജ്വല്ലറിൽ തിരിമറി നടത്തുകയും കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നതിന്റെ പേരിൽ നന്ദു അവനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഞാൻ നന്ദുവിനോട് പിണങ്ങിയതാണ്. അന്ന് അവൻ പറയുന്നതാണ് സത്യം എന്ന് കരുതി ഞാൻ വിശ്വസിക്കുകയായിരുന്നു. ഞങ്ങളോട് ഇത്രയും വലിയ ക്രൂരത കാട്ടിയ അവനെ നന്ദു തന്നെ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യണം. ബാക്കിയുള്ള കാലം അവൻ നരയാതനകൾ അനുഭവിച്ച് ജയിലിൽ തന്നെ കഴിയണം. ചെയ്തുപോയ തെറ്റുകൾ ഓരോന്നിനും അവൻ അഴിക്കുള്ളി കിടന്ന് അനുഭവിക്കണം എന്നൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ പറയുക കേട്ടോ നവ്യ. എന്തായാലും ഇപ്പൊ അനഘയ്ക്ക് പുരോഗതി ഉണ്ടെന്നുള്ള വിവരം അബി ഒരു കാരണവശാലും അറിയരുത്. അവൻ അറിഞ്ഞാൽ അനഘയെ അപായപ്പെടുത്താൻ അവൻ വീണ്ടും ശ്രമിക്കും. എന്ത് മാർഗം സ്വീകരിച്ചിട്ടാണെങ്കിലും അവൻ ആ തെളിവ് നശിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവൾ പഴയതുപോലെ തന്നെ തിരികെ എത്തണം. അവൾ തിരിച്ചെത്തിയ ആ നിമിഷം മുതൽ ഞാൻ അവനിട്ടുള്ള പണി കൊടുക്കാൻ തുടങ്ങും. എന്തായാലും അടുത്ത ദിവസം തന്നെ ഞാൻ അനഘയെ പോയി കാണുന്നുണ്ടെന്നും നീയും എൻ്റെ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞ് സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെയാണ് നവ്യ ഫോൺ കട്ടാക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ അനഘയെ കാണാനായിട്ട് നവ്യ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡി ആവുന്നുണ്ട്. നവ്യ റെഡി ആവുന്ന സമയത്ത് അഭി ചോദിക്കുന്നുണ്ട്, അല്ല നവ്യ ഇത്ര നേരത്തെ നീ ഇത് എവിടെ പോവാ? അല്ല റെഡിയാന്ന് കണ്ടുകൊണ്ട് ചോദിച്ചതാ. ഇനി നിനക്ക് ഓഫീസിലോട്ടൊന്നും പോകണ്ടല്ലോ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോവുകയാണ്. സുഹൃത്തിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഞാൻ അവളെ കാണാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ നവ്യ.
അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാനും ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയാണ് നവ്യെ. നമ്മുടെ ആനന്ദപത്മനാഭനെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടാണോ നീ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ പോയിട്ട് വേഗം വരും. ഇവിടെ അടുത്ത് ടൗണിലുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. പോയിട്ട് ഞാൻ വേഗം തന്നെ തിരിച്ചെത്തുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്നിങ്ങനെ അഭി പറയുന്നുണ്ടെങ്കിലും അഭിയുടെ കൂടെ പോകാൻ നവ്യ കൂട്ടാക്കുന്നില്ല. അനഘയെ കാണാനാണ് താൻ പോകുന്നതെന്ന് അഭി ഒരിക്കലും അറിയാൻ പാടില്ലല്ലോ. ഇല്ല അഭി, നീ പോയിക്കോ, എനിക്കിനി കുറച്ച് പണികളും കൂടി തീർക്കാനുണ്ട്. ഞാൻ ഇറങ്ങാൻ ലേറ്റ് ആകും. അവൻ്റെ ഡയപ്പർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അവന് കുടിക്കാനുള്ള പാലും കാച്ചി കുപ്പിയിലാക്കി കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ. കുഞ്ഞിനെയും കൊണ്ട് അമ്മയ്ക്ക് അടുക്കളയിൽ കയറി പാലൊക്കെ കാച്ചാൻ പാടായിരിക്കും. അവനിപ്പോൾ ഇച്ചിരി കുസൃതിയൊക്കെ ഉള്ളതുകൊണ്ട് അവനെ മാനേജ് ചെയ്യാൻ അമ്മയ്ക്ക് പാടായിരിക്കും. അതുകൊണ്ട് പാലൊക്കെ കാച്ചി കൊടുത്ത് ഡയപ്പറും ചേഞ്ച് ചെയ്ത് ഞാൻ സമയം പോലെ ഇറങ്ങിക്കോളാം. എനിക്ക് വേണ്ടി കാത്തിരുന്നത് നിന്റെ ടൈം നീ വേസ്റ്റ് ചെയ്യണ്ട. അഭി പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവയെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ നവ്യ. അങ്ങനെ അഭി പോയെന്ന് നവ്യ ഉറപ്പ് വരുത്തിയതിനു ശേഷം നവ്യ കുഞ്ഞിനെ ജലജയെ ഏൽപ്പിച്ചിട്ട് തൻ്റെ ഒരു സുഹൃത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നും അവളെ കാണാൻ പോകുവാണെന്നും ഒക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. നവ്യ ജലജയുടെ അടുത്ത് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്നത് കാണുമ്പോൾ ദേവയാനിക്കും മുത്തശ്ശിക്കും നയനയ്ക്കും ഒക്കെ നല്ലതായിട്ട് സംശയമാവുന്നുണ്ട്. നയന ഉടനെ തന്നെ ആദർശിനെ വിളിച്ച് അറിയിക്കുകയാണ്, നവ്യേച്ചി ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഹോസ്പിറ്റലിലേക്കാണെന്നാ പറയുന്നത് കേട്ടെ. ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയത്തില്ല, ടൗണിലുള്ള ഹോസ്പിറ്റൽ എന്നാ പറഞ്ഞത്. അനഘയെ കാണാൻ പോകുന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുകയാണ് നമ്മുടെ നയന. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എങ്കിലും ഞാനും ഇപ്പോൾ തന്നെ ഹോസ്പിറ്റൽ സരോവരത്തിലേക്ക് പോയിക്കോളാം. നവ്യ അനഘയെ കാണാൻ വേണ്ടി തന്നെയാണോ പോയേക്കുന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ആക്കാമല്ലോ. എങ്കിൽ ആ പെൺകുട്ടിയുടെ പിന്നിൽ നവ്യ തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയാട്ടോ ആദർശ്. അങ്ങനെ നവ്യ അനഘയെ കാണാനായിട്ട് സരോവരം ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഒപ്പം നവ്യയുടെ സുഹൃത്തുമുണ്ട്. ഇനി അനഘയെ കാണാനോ അനഘയുടെ റൂമിലേക്ക് ആരെങ്കിലും കയറിയാലോ അപ്പം തന്നെ ആദർശിനെ വിളിച്ച് അറിയിക്കണമെന്ന് ആദർശ് ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നവ്യയും നവ്യയുടെ സുഹൃത്തും അനഘയെ കാണാൻ വന്ന വിവരമൊക്കെ ഡോക്ടേഴ്സും ഉടനെ തന്നെ ആദർശിനെ വിളിച്ച് അറിയിക്കുകയാണ്. നവ്യ അനഘയുടെ മുറിയിൽ കയറി അനഘയെ കാണുകയാണ്. ചന്തുമോക്ക് നവ്യെ കാണുമ്പോൾ നല്ല പേടിയാണ് കേട്ടോ ഉണ്ടാകുന്നത്. കാരണം ഇത്രയും നാളും സത്യങ്ങളൊന്നും അറിയാതെ തന്നെ നവ്യ ചന്തുമോളെ ഉപദ്രവിക്കുകയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ചന്തുമോക്ക് നവ്യെ കാണുമ്പോൾ പേടി വരുന്നതും അനഘയുടെ അടുത്തേക്ക് പേടിച്ച് നീങ്ങിയിരിക്കുന്നതും. നേരത്തെ അബിയുടെ കൂടെ നവ്യ അനഘയെ കാണാൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കൂട്ടു നിൽക്കുന്ന ആ ഓമന എന്ന് പറയുന്ന സ്ത്രീ ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? മോൾ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. മോളുടെ ഭർത്താവിനെയും അനഘമോൾ ഉള്ളിടത്തേക്ക് അടുപ്പിക്കരുതെന്ന് ആദർശ് സാറും മൂർത്തി സാറും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. മോൾ ഇങ്ങോട്ടേക്ക് വന്നു എന്നറിഞ്ഞാൽ അവരെന്നെയായിരിക്കും വഴക്ക് പറയുന്നത്. അതുകൊണ്ട് മോള് പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ ആ സ്ത്രീ പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് അനഘയും ചന്തുമോളെയും നോക്കിക്കൊണ്ട് തന്നെ നവ്യ പറയുന്നുണ്ട്, അയ്യോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. അനഘയ്ക്ക് പുരോഗതി ഉണ്ടോയെന്നും ആരോഗ്യം മെച്ചപ്പെട്ടോന്നും ഒക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ആരെയും ദ്രോഹിക്കാനോ വിവരങ്ങൾ ചോർത്തി കൊടുക്കാനോ ഒന്നും അല്ല വന്നത്. നിങ്ങൾക്ക് എന്നെ ഉറപ്പായും വിശ്വസിക്കാം. അനഘയ്ക്ക് ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അനഘ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണം, സംസാരിക്കണം, പഴയ ജീവിതത്തിലേക്ക് വരണം എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ചിലരോടുള്ള കണക്കുകളൊക്കെ ചോദിക്കാനും വിശ്വാസവഞ്ചന കാട്ടിയവരെ ഒരു പാഠം പഠിപ്പിക്കാനും ചതി കാട്ടിയവരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും ഒക്കെ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. അനഘ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ കളികളൊക്കെ തുടങ്ങാൻ പോകുന്നത്. അതുവരെ ഇത് മറ്റാരും അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, പ്രത്യേകിച്ച് അനന്തപുരിയിലുള്ളവർ. ഞാനിപ്പോൾ ഇവിടെ വന്നതും അനഘയെ കണ്ടതും സംസാരിച്ചതും ഒന്നും ആരും അറിയാൻ പാടില്ല. എനിക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നടത്തിയെടുക്കാൻ എനിക്ക് അനഘയുടെ സഹായം കൂടി വേണം. അനഘ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അനഘയുടെ കൂടെ എല്ലാത്തിനും ഞാനും ഉണ്ടാകും എന്നൊരു ഉറപ്പ് തന്നെ നവ്യ അനഘയ്ക്ക് നൽകുകയാണ്. പെട്ടെന്ന് റിക്കവർ ആവണം, ഇനി എന്തിനും അനഘയുടെ കൂടെ ഞാനും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നവ്യ അവിടെ നിന്ന് പോകുന്നതും. എന്തായാലും അവർ അനഘയെ കണ്ടിറങ്ങിയതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് അവർ പോയതിന് ശേഷമാണ് ആദർശ് അവിടേക്ക് എത്തുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് നവ്യയുടെ സുഹൃത്തും അനഘയെ കാണാൻ വന്നതാണെന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട് ആദർശ്. പെട്ടെന്ന് തന്നെ അനഘയുടെ മുറിയിലേക്ക് ചെന്നിട്ട് നവ്യ വന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും നവ്യ എന്തിനാണ് വന്നതെന്നും വന്നിട്ട് അവൾ എന്താണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആ കൂട്ടിൽ നിൽക്കുന്ന സ്ത്രീയോട്. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, നവ്യക്കുച്ച് വന്നിട്ട് വളരെ മര്യാദയോടെയാണ് സംസാരിച്ചത്. ആ കുട്ടി എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞെന്നാ സാറേ തോന്നുന്നത്. സംസാരത്തിൽ എനിക്ക് എങ്ങനെയാ തോന്നിയത്. അനഘമോൾ ഇനി ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നും എല്ലാത്തിനും അനഘയ്ക്കൊപ്പം അവളും ഉണ്ടാകുമെന്നും ചന്തുമോക്കും അനഘയ്ക്കും ഒരാപത്തും ഇനി ഉണ്ടാവില്ലെന്നൊക്കെ ആ കുട്ടി ഉറപ്പ് പറഞ്ഞിട്ടാണ് പോയത്. ഇതിനു മുമ്പും ഇവിടെ വന്ന് അനഘമോളോട് സംസാരിക്കാനും കാണാനും ഒക്കെ ശ്രമിച്ചത് ഈ നവ്യയുടെ കൂട്ടുകാരി തന്നെയായിരുന്നു. എന്തായാലും ആ കൊച്ചിന്റെ മനസ്സിലും ചില പ്ലാനിങ്ങളൊക്കെ ഉണ്ട് സാറേ. അതിന്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളും ഉണ്ട്. ഒരുമാതിരി ജീവിതം തന്നെ മടുത്തിട്ട് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലായിരുന്നു ആ കൊച്ചിന്റെ സംസാരം. ചതിച്ചവരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെന്നും എല്ലാത്തിനും സമയമായി വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നൊക്കെ ഇങ്ങനെ ഓമന പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അവളെ അത്രയ്ക്ക് അങ്ങോട്ടേക്ക് വിശ്വസിക്കാനൊന്നും ആവില്ല.
അവളും പഠിച്ച് കള്ളി തന്നെയാണ്. അബിക്ക് വേണ്ടി അവൾ ഇനി ഇങ്ങനെ ഒരു നാടകം നടത്തുന്നതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നല്ലവളെ പോലെ അഭിനയിച്ച വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവള് എല്ലാ വിവരങ്ങളും അബിക്ക് ചോർത്തി കൊടുക്കില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് നമ്മൾ ഇക്കാര്യത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതാ. ഇനി അനഘയെ കാണാൻ ആര് വന്നാലും അകത്ത് കയറ്റരുത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആദർശ് അവിടുന്ന് ഇറങ്ങുന്നതും. അതേപോലെ തന്നെ ഡോക്ടേഴ്സിനോടും ആദർശ് ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. പിന്നീട് ആദർശ് നേരെ ചെല്ലുന്നത് സേവ്യറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. സേവ്യറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ കുട്ടിയും അജ്ഞാത നമ്പറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ സേവ്യർ പറയുന്നുണ്ട്, നമ്മൾ സംശയിച്ചത് ശരിയാണ് ആദർശേട്ടാ. നമുക്ക് സന്ദേശങ്ങളൊക്കെ അയച്ച ആ ഫോൺ നമ്പർ ഈ കുട്ടിയുടേത് തന്നെയാണ്. നമുക്ക് കിട്ടിയ അജ്ഞാത സന്ദേശം എല്ലാം അയച്ചത് ഈ കുട്ടി തന്നെയാണ്. അല്ല സാറേ, ഈ കുട്ടി സാറിൻ്റെ ആരെങ്കിലും ആണോ? പഴയ ക്ലാസ്മേറ്റ്സോ അല്ലെങ്കിൽ അകന്ന ബന്ധത്തിലോ ആരുടെയെങ്കിലും മക്കളോ അങ്ങനെ ആരെങ്കിലും ആണോ എന്നിങ്ങനെ സേവ്യർ ചോദിക്കുമ്പോഴേക്കും എനിക്കറിയത്തില്ല ഈ കുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയുക കേട്ടോ ആദർശ്. പിന്നെ ഈ കുട്ടി എന്തിനാണ് എന്നെ സഹായിക്കുന്നതെന്നും എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഇവളുടെ ഉദ്ദേശം നല്ലതാകാനേ ചാൻസ് ഉള്ളൂ. നമുക്ക് അജ്ഞാത സന്ദേശങ്ങളൊക്കെ അയച്ച് നമ്മളെ സഹായിക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ടാണ് എനിക്കും ചെറിയൊരു സംശയം. നവ്യയുടെ കൂടെ കണ്ടുകൊണ്ട് ഇനിയിപ്പോൾ നവ്യയുടെ നിർദ്ദേശപ്രകാരമാണോ ഈ കുട്ടി നമ്മളെ സഹായിക്കുന്നതെന്നൊക്കെ എനിക്കിപ്പോൾ നല്ല സംശയമുണ്ടെന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ സേവ്യറും പറയുന്നുണ്ട്, അതെ സാർ, നമുക്ക് വേണ്ട ഒരുപാട് സന്ദേശങ്ങൾ ഈ കുട്ടി അയച്ചു തന്നിട്ടുണ്ടല്ലോ. എന്തിനായിരിക്കും ഈ കുട്ടി രഹസ്യമായി നമ്മളെ സഹായിക്കുന്നത്? ഇനിയിപ്പോൾ ആദർശ് സാർ പറഞ്ഞ പോലെ എൻ ജ്വല്ലറിയുമായി ശക്തമായി നേരിടുന്ന സമയത്തും നവ്യ എൻ ജ്വല്ലറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അബിയെ സംരക്ഷിക്കാനും അബിക്ക് വേണ്ടി വാദിക്കാനും ഒക്കെയായിരുന്നു അവൾ നോക്കിയിരുന്നത്. എന്നാൽ എന്തിനായിരിക്കും അവളിങ്ങനെ ഒളിച്ചുകളി നടത്തുന്നതെന്ന് ഇപ്പോഴും നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആദർശിന് ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുഴുവൻ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ. ആദർശ് വേഗം തന്നെ വീട്ടിലേക്ക് വന്ന നയനയോടും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അനഘയെ കാണാൻ തന്നെയാണ് നവ്യ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത്. ഇതിനു മുമ്പും നവ്യയുടെ സുഹൃത്ത് തന്നെയാണ് അനഘയെ കാണാൻ അവിടെ ചെന്നിരുന്നതെന്നും നമ്മുടെ ആദർശ് നയനയോട് പറയുകയാണ്. നവ്യേച്ചി അനഘയെ കയറി കണ്ടോ? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അവിടെയാണ് കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല അവിടെ സംഭവിച്ചത്. നവ്യയുടെ സുഹൃത്തുമൊക്കെ ഹോസ്പിറ്റലിൽ ചെന്ന് അനഘയെ കണ്ടതും സംസാരിച്ചതും സുഖവിവരങ്ങൾ അന്വേഷിച്ചതും എല്ലാം നല്ല രീതിക്ക് തന്നെയാണ്. വളരെ സമാധാനത്തോടെയും ശാന്തതയോടെയും സൗമ്യതയോടെയൊക്കെയാണ് നവ്യ അവിടെ പെരുമാറിയതും സംസാരിച്ചതും ഒക്കെ. അവിടെ അനഘയ്ക്ക് സഹായത്തിനായിട്ട് നിൽക്കുന്ന ചേച്ചി പറഞ്ഞു, നവ്യ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായ കാര്യം അനഘ പെട്ടെന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആ കുട്ടി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണെന്ന്. ആ കുട്ടിയുടെ സംസാരത്തിൽ ആരോടും ഭയങ്കര ദേഷ്യമുള്ളതായിട്ടും വെറുപ്പുള്ളതായിട്ടും ഉണ്ടായിരുന്നു. ചതിച്ചവരെയും വിശ്വാസവഞ്ചന കാട്ടിയവരെയും ഒരിക്കലും വെറുതെ വിടില്ലെന്നും അവരുടെ നാശം കണ്ടിട്ട് താൻ അടങ്ങിയിരിക്കുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ നവ്യ അവിടെ ചെന്ന് പറഞ്ഞത്. ഇനി അങ്ങോട്ടേക്ക് എന്തിനും ഏതിനും അനഘയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും അനഘ ധൈര്യമായിട്ട് ഇരിക്കണമെന്നും ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ അനഘയ്ക്ക് ഒരു ഉറപ്പും കൂടി നൽകിയിട്ടാണ് നവ്യ തിരിച്ചു പോകുന്നതെന്നാണ് ഓമന ചേച്ചി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നവ്യേച്ചി അനഘയെ കാണാൻ പോയത് നല്ല ഉദ്ദേശത്തോടെ തന്നെ ആയിരിക്കും അല്ലേ ആദർശേട്ടാ എന്നിങ്ങനെ എനിക്ക് മനസ്സിലായത് അങ്ങനെ തന്നെയാ. നവ്യ നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ് അനഘയെ കാണാൻ പോയേക്കുന്നത്. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്നും അനഘയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരൻ അബിയാണെന്നൊക്കെയുള്ളത് നവ്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അബി ചെയ്തു കൂട്ടിയ എല്ലാ തെമ്മാടിത്തരത്തിനും ജീവനുള്ള തെളിവാണല്ലോ അനഘ. അനഘയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അബിയെ പൊളിച്ചെടുക്കാനും അവന് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുത്ത് അവനെ ജീവിതകാലം മുഴുവൻ അഴിയെണ്ണി ജയിലിൽ കിടത്താനും ഒക്കെയുള്ള പദ്ധതികളാണ് നവ്യയുടെ മനസ്സിലെന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്നിങ്ങനെ ആദർശ് പറയുന്നത് കേട്ട് നയനയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. ആദർശേട്ടൻ ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ? എനിക്കിതങ്ങോട്ടേക്ക് വിശ്വസിക്കാനാവുന്നില്ല. അബിയുടെ ചതിയൊക്കെ നവ്യേച്ചി തിരിച്ചറിഞ്ഞു കഴിഞ്ഞോ എന്നിങ്ങനെ നയന സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അതേ നയനെ, നവ്യ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. നേരത്തെ തന്നെ നവ്യ എല്ലാം അറിഞ്ഞിരുന്നു. എന്നിട്ടും ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത മട്ടിൽ അവൾ അഭിനയിച്ച് നിൽക്കുകയായിരുന്നു. അത് അവനെ വേരോടെ പിഴുതെറിയാൻ വേണ്ടിയിട്ടാ. ഒരിക്കലും അവൻ ഇനി പുറം ലോകം കാണാത്ത രീതിയിൽ അവനെ അഴുക്കുള്ളിലാക്കാനാണ് നവ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അന്ന് അജ്ഞാത സന്ദേശം അയച്ച് നമ്മളെ സഹായിച്ചതും നവ്യ തന്നെയാണ്. അതും നവ്യയുടെ നീക്കങ്ങൾ തന്നെയായിരുന്നു. എൻ ജ്വല്ലറിയിൽ നിന്നുകൊണ്ട് തന്നെ എൻ ജ്വല്ലറിയും അബിയെയും നാഗേന്ദ്രയൊക്കെ തകർക്കാനും മൂർത്തീസ് ജ്വല്ലറിയും നമ്മളെയും സഹായിക്കാനാണ് നവ്യ നോക്കിയത്. പക്ഷേ എല്ലാവരുടെ മുമ്പിൽ അവളെ എൻ ജ്വല്ലറിയെയും അബിയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് അവളുടെ സഹായങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിഞ്ഞില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി നവ്യയെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. പകരം അവൾക്ക് വേണ്ട കാര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുക വേണ്ടതെന്നും ആദർശ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി എന്നുള്ള വിവരം ഇപ്പോൾ നവ്യ അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവളും ചിലതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവളുടെ പ്ലാൻ പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ. നമുക്ക് പിന്നിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവരെ സഹായിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ നയനയും പറയുന്നുണ്ട്, അതെ, അങ്ങനെ മതി ആദർശേട്ടാ. ആബി ഒരു ചതിയനാണെന്നുള്ള വിവരം നവ്യേച്ചി തിരിച്ചറിഞ്ഞല്ലോ. അത് തന്നെ വലിയൊരു ആശ്വാസമാവുകയാണ്. അത് എനിക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ വലിയൊരു സമാധാനമാകും. പിന്നീട് ദേവയാനിയോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ ഈ കാര്യങ്ങൾ ഇവർ പറയുന്നുമുണ്ട്.
നവ്യേച്ചി നമ്മൾ വിചാരിച്ചതുപോലെ അല്ലെന്നും അഭയ കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് നവ്യേച്ചി എന്നും പറയുന്നുണ്ട്. നവ്യേച്ചിക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ടെന്നും നവ്യേച്ചി ഇപ്പോൾ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുവെന്നും നവ്യേച്ചി നമ്മളെ ഇത്രയും നാളും രഹസ്യമായി സഹായിക്കുമായിരുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ നയന എല്ലാവരോടുമായിട്ട് പറയുകയാണ്. പിന്നീട് ഒരാഴ്ച ആകുന്നതിന് മുമ്പ് തന്നെ അനഘ സംസാരിച്ച് തുടങ്ങുകയാണ് കേട്ടോ. ഡോക്ടർ ഈ വിവരം ആദർശനെയും നയനയും വിളിച്ച് അറിയിക്കുമ്പോൾ അവരും അനഘയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. ആ സമയത്ത് അനഘ കരഞ്ഞുകൊണ്ട് തന്നെ ആദർശനോടും നയനോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇത്രയും നാളും സ്വന്തം അച്ഛനും അമ്മയും പോലെയാണല്ലോ ഇവർ ചന്തുമോളെ നോക്കിയത്. അത് മാത്രമല്ല അനഘയ്ക്ക് വേണ്ട എല്ലാ ചികിത്സകളും നൽകിയതും അനഘയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും ഇവർ തന്നെയാണല്ലോ. അതിൻ്റെ നന്ദിയും സന്തോഷമാണ് അനഘ അവരോട് പ്രകടിപ്പിക്കുന്നതും. അങ്ങനെ അനഘ അബിയുടെ ചതിയുടെ കഥകളെല്ലാം തന്നെ അവരോട് തുറന്നു പറയുകയും ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനാണെന്ന് പറഞ്ഞ് അബി കളിച്ച നാടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതുപോലെ ഒരു ചതിയനെ, വഞ്ചകനെ, വിശ്വാസവഞ്ചന കാട്ടുന്നവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നും അവനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് തന്നെ പറയുക കേട്ടോ അനഘ. പിന്നെ നവ്യ വന്ന് സംസാരിച്ച കാര്യങ്ങളും വളരെ വൈകിയാണ് സത്യങ്ങളൊക്കെ നവ്യ തിരിച്ചറിഞ്ഞതെന്നും ഇപ്പം നവ്യയുടെ മനസ്സിൽ നല്ല ഉദ്ദേശമാണെന്നും ഒന്നിച്ച് നിന്നുകൊണ്ട് അബിയെ തളയ്ക്കണം എന്നൊക്കെ കൂടി പറയാനും കൂടി ആ കഴിഞ്ഞ ദിവസം വന്നതെന്നും അനഘ അവരോട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ സത്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയെന്നും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും നവ്യയുടെ കൂടെ നീ ശക്തമായി തന്നെ അബിക്കെതിരെ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് അവരൊരു ആത്മധൈര്യം കൂടി നൽകുന്നുണ്ട് അനഘയ്ക്ക്. അങ്ങനെ പിറ്റേ ദിവസം അനഘ നവ്യയുടെ ഫോണിലേക്ക് വിളിക്കുകയും നവ്യയുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തുകയും ചെയ്യുന്നുണ്ട്. അബിയെ ജയിലിൽ കിടത്താനുള്ള മാർഗ്ഗങ്ങളാണ് രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബിക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് നന്ദുവിന് എഴുതി കൊടുക്കണമെന്നും അവൾ തന്നെ അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എനിക്ക് കാണണമെന്നും നവ്യ പറയുന്നുണ്ട്. പിന്നീട് അനഘ നന്ദുവിനെ വിളിച്ച് നന്ദുവിനോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുകയും അബിക്കെതിരെ നന്ദുവിൻ്റെ കയ്യിൽ ഒരു പരാതി എഴുതി കൊടുക്കുകയും ഹോസ്പിറ്റലിലെത്തി നന്ദു അനഘയുടെ മൊഴി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അബി തന്നെ സ്നേഹിച്ച് ചതിക്കുകയായിരുന്നുവെന്നും തന്നെ തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ആ പരാതിയിലുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ദിവസം രാവിലെ തന്നെ നന്ദുവിന് കിട്ടിയ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അബിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അനന്തപുരിയിൽ എത്തുകയാണ്. ഇത്ര രാവിലെ തന്നെ നന്ദു എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഓർത്ത് എല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. നന്ദു നല്ല മാസമായിട്ട് തന്നെ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ജലജോട് ചോദിക്കുന്നുണ്ട്, എവിടെ നിങ്ങളുടെ മോൻ, അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കുക, അവനെതിരെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, കംപ്ലൈൻറ്റോ? എന്ത് കംപ്ലൈൻറ്റ്? ഇത് പെണ്ണെ, വെറുതെ ഇവിടെ കയറി വന്ന് വല്ലാത്ത ഷോ കാണിക്കരുത് കേട്ടോ. അവനെതിരെ ആര് കംപ്ലൈൻറ്റ് വന്നു നീ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ദേ, മര്യാദയ്ക്ക് നിങ്ങളുടെ മോനെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ നോക്ക്. നിങ്ങളുടെ മോൻ്റെ പേരിലെ കൊലപാതക കുറ്റത്തിനാണ് കംപ്ലൈൻറ്റ് കിട്ടിയേക്കുന്നത്. അവനെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അബിയും നവ്യയും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പോലീസ് വണ്ടി വരുന്ന സൗണ്ട് കേട്ടുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നന്ദു പറയുന്നത് കേട്ടിട്ടും നവ്യ ഒന്നും തന്നെ പ്രതികരിക്കാതെ നിൽക്കുകയാണ്. ജലജയും അബിയും നവ്യയെ ചൂട് പിടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും നവ്യയ്ക്ക് ഒരനക്കവും ഇല്ല. ഒടുവിൽ നന്ദു പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ 2 കംപ്ലൈൻറ്റിലെ ഒരു കംപ്ലൈൻറ്റ് നവ്യേച്ചിയുടേതാണ്. നവ്യേച്ചി നേരത്തെ തന്നെ എൻ്റെ കയ്യിൽ കംപ്ലൈൻറ്റ് എഴുതി തന്നിരുന്നു. ചതിയും വഞ്ചനയും നിത്യതൊഴിലായി കൊണ്ടു നടക്കുന്ന നിനക്ക് ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ വേണ്ടത്? ഇനി മറ്റേ കംപ്ലൈൻറ്റ് അതാരാ തന്നതെന്ന് നിനക്ക് അറിയണ്ടേ? അത് നീ കൊല്ലാൻ നോക്കിയ അനഘയാണ്. നീ സ്നേഹം നടിച്ച് ചതിച്ച് ഒരു കുഞ്ഞിനെ നൽകി ഉപേക്ഷിച്ചു പോയ ആ പാവം പെൺകുട്ടിയില്ലേ? ഇത്ര നാളും ജീവിതത്തോടെ മല്ലിട്ട് കോമ സ്റ്റേജിലായിരുന്ന ആ പെൺകുട്ടി, ആ കുട്ടിയുടെ കംപ്ലൈൻ്റ് ആയത്. ഇതിൽ നിനക്കെതിരെ വധശ്രമത്തിനാണ് കംപ്ലൈൻറ്റ് തന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അബി അതിനെയൊക്കെ പാടെ ഉപേക്ഷിക്കാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെ എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ആരോ പറഞ്ഞുണ്ടാക്കിയ കഥകളാണെന്നൊക്കെ വാദിക്കുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. ഒപ്പം അതേ സമയത്ത് തന്നെ മറ്റൊരു വണ്ടി കൂടി തറവാട്ടിന് മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. അത് നമ്മുടെ അനഘയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അനഘ നേരെ തറവാട്ടിലേക്കാണ് വന്നത്. ഒപ്പം ചന്തുമോളും കൊണ്ട് കൂടെ. അനഘ കയറി വരുന്നത് കാണുമ്പോൾ അബിയും ജലജയും അവന്തിയും ഒക്കെ ആകെ ഷോക്കായി നിൽക്കുകയാണ്. അബിയുടെ അടുത്തേക്ക് വന്നിട്ട് അനഘ ആദ്യം തന്നെ അബിയുടെ ചെവിക്കലടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ. നീ എന്താടാ വിചാരിച്ചത്? ഞാൻ ഇങ്ങനെ ജീവനോട് തിരിച്ചു വരുമെന്ന് നീ ഒരിക്കലും കരുതിയില്ലല്ലേ? എന്നാ നീ കേട്ടോ, നിന്നോട് പകരം ചോദിക്കാൻ വേണ്ടി തന്നെയാ ദൈവം എനിക്ക് ആയുസ് നീട്ടിത്തന്നത്. നീ എന്നോട് ചെയ്ത ക്രൂരത ഒന്നും ഞാൻ മറന്നിട്ടില്ല. എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയതും നീ തന്നെയാ. എന്നെ എൻ്റെ കുഞ്ഞിനെയും എത്ര തവണ നീ ഉപദ്രവിക്കാൻ നോക്കി? ഒന്നല്ല, പല പ്രാവശ്യം നീ എന്നെ കൊല്ലാൻ നോക്കി. അപ്പോഴേക്കും നിന്റെ ഉദ്ദേശം നടന്നില്ല. കള്ളവും ചതിയും വഞ്ചനയും ദുഷ്പ്രവർത്തികളും കൊണ്ട് നടക്കുന്ന നിന്നെ ഞാൻ സ്നേഹിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക, അറപ്പ് തോന്നുക. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. നീ നശിച്ചു പോകത്തേ ഉള്ളൂ. നിന്റെ തലയ്ക്ക് മീതെ എൻ്റെ ശാപമുണ്ട്. നീ നശിച്ചു പോകും എന്ന് എന്നെ പറഞ്ഞ് അനഘ പ്രാഗിയാണ് കേട്ടോ അബിയെ. പിന്നീട് നന്ദു പറയുന്നുണ്ട്, എന്നിട്ട് ഇതെല്ലാം മറച്ചു വെച്ചിട്ടാ അവൻ എൻ്റെ ചേച്ചിയെ പ്രേമിച്ചത് വിവാഹം കഴിച്ചതും ഒക്കെ. എൻ്റെ ചേച്ചിയെയും ഇവൻ ചതിക്കായിരുന്നല്ലോ. എത്ര പെൺകുട്ടികളുടെ ജീവിതമാടാ നീ ഇല്ലാതാക്കിയത്. നിനക്ക് അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. എന്നിട്ട് എല്ലാ കുറ്റവും ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടൻ്റെ തലയെ കെട്ടിവെച്ച് എന്തൊരു നാടകമായിരുന്നു നീ ഇവിടെ. നിന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ അഴിയെണ്ണിക്കും. ഇന്ന് നീ കാരണം ഒരാളുടെയും കണ്ണ് നിറയാൻ പാടില്ല.
നിന്നെ ഇനി ഞാൻ പുറലോകം കാണിക്കില്ല എന്ന് തന്നെ പറഞ്ഞ് നന്ദു അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ജലജയും അവന്തികയും ഒരക്ഷരം പോലും അബിക്ക് വേണ്ടി പറയാൻ കഴിയാതെ പകച്ചുപോയി നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചതല്ല. അനഘ ഇങ്ങനെ റിക്കവറായി തിരിച്ചു വരുമെന്ന് അവരൊട്ടും വിചാരിച്ചതല്ല. പിന്നീട് അനഘ മുത്തശ്ശിയോടും ആദർശിനോടും നയനോടും ഒക്കെ നന്ദി പറയുകയാണ്. എന്നെ എൻ്റെ മോളെയും ഇത്രയും നാളും സംരക്ഷിച്ചതിനും ഞങ്ങളെ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് കണ്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് ഇപ്പം എന്നെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാനും എൻ്റെ മോളും നിങ്ങളോട് എന്നും കടപ്പെട്ടവരായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അനഘ ഒരുപാട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അനഘയെ നവ്യയും നയനയും കൂടെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ നവ്യയുടെ നല്ല മനസ്സ് ആദർശ് എല്ലാവരുടെയും മുമ്പിൽ തുറന്നു കാട്ടുന്നത്. നവ്യയുടെ ഭാഗത്തുനിന്നുണ്ടായ സപ്പോർട്ടും സഹായവും എല്ലാം തന്നെ പറയുക കേട്ടോ ആദർശ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നവ്യയും വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ തന്നെക്കുറിച്ച് ആദർശേട്ടൻ ഇത്ര ഇതായിട്ട് പറയുമ്പോഴേക്കും നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എല്ലാവരും എന്നെ മനസ്സിലാക്കിയല്ലോ, എന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്നൊക്കെയുള്ളൊരു സന്തോഷം. ജലജയ്ക്കും അവന്തിയയ്ക്കും ഇതൊന്നും അങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പം ഇത്ര നാളും നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേടി, കൂടെ നിന്ന് നീ ഞങ്ങളുടെ കഴുത്തറക്കാനാണ് നോക്കിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലജ നവ്യയുടെ നേർക്ക് ചാടുന്നുണ്ടെങ്കിലും മുത്തശ്ശിയും കൂടെ ജലജയെ നിലക്കി നിർത്തുകയാണ്. ഇനി ഒരക്ഷരം നീ മിണ്ടിയ നിന്റെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും എന്നും പറഞ്ഞ് ജലജയെ പേടിപ്പിച്ച് നിർത്തുകയാണ്. അങ്ങനെ അനഘയോട് മുത്തശ്ശൻ അവിടെ തന്നെ താമസിക്കാൻ പറയുന്നുണ്ടെങ്കിലും അനഘ പറയുന്നുണ്ട്, ഇല്ല ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോവുകയാണ്. ഇനിയിപ്പോൾ ആർക്കും ഒരു ശല്യമാകാതിരിക്കാൻ ശ്രമിക്കണം, മോളെ നന്നായി പഠിപ്പിക്കണം, നല്ല നിലയിൽ എത്തിക്കണം എന്ന് എൻ്റെ ചില കസിൻസൊക്കെ പുറത്തുണ്ട്. അവരുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. 1-2 ദിവസം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുമെന്നൊക്കെ അനഘ പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചന്തുമോളെ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വിഷമങ്ങളൊക്കെ അവർ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അനഘ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, എല്ലാ വെക്കേഷനിലും ഞങ്ങൾ നാട്ടിലെത്തിക്കോളാം എന്നും പറഞ്ഞിട്ട് തന്നെയാണ് അനഘ അവിടുന്ന് യാത്രയാകുന്നതും. അങ്ങനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അബിയെ കൊടുക്കാനുള്ള കളികളൊക്കെ നമ്മുടെ നന്ദു തുടങ്ങിക്കഴിഞ്ഞു. മുത്തശ്ശിയും ഉൾപ്പെടെ എല്ലാവരും നവ്യയെ സപ്പോർട്ട് ചെയ്ത് നവ്യയുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്.